വെൽക്കം ടു ടൈം ടു ഫ്ലൈ ചാനൽ. പരിസ്ഥിതി ക്യൂസ് പാർട്ട് 2. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് യുജീൻ പി. ഓഡ്. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് യുജീൻ പി. ഓഡ്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? UNEP. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? UNEP. UNEPയുടെ പൂർണ്ണ രൂപം ഏതാണ്? യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം. UNEPയുടെ പൂർണ്ണ രൂപം യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം. UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? കെനിയയിലെ നെയ്റോബി. UNEPയുടെ ആസ്ഥാനം കെനിയയിലെ നെയ്റോബിയിലാണ്. വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആര്? അശോകൻ. വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആര്? അശോകൻ. പെൺകുഞ്ഞിൻ്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏതാണ്? രാജസ്ഥാനിലെ പിപ്പലാന്ത്രി. പെൺകുഞ്ഞിൻ്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം രാജസ്ഥാനിലെ പിപ്പലാന്ത്രി. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത്? ചിപ്കോ പ്രസ്ഥാനം. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനം. ലോക പരിസര ദിനം എന്ന്? ഒക്ടോബർ 7. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകം? റെഡ് ഡാറ്റ ബുക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം റെഡ് ഡാറ്റ ബുക്ക്. സ്വീഡന്റെ തലസ്ഥാന നഗരിയിൽ 1972 ജൂൺ 5 ആരംഭിച്ച പാരിസ്ഥിതിക സമ്മേളനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്റ്റോക്ക്ഹോം സമ്മേളനം. സ്വീഡന്റെ തലസ്ഥാന നഗരിയിൽ 1972 ജൂൺ 5 ആരംഭിച്ച പാരിസ്ഥിതിക സമ്മേളനം അറിയപ്പെടുന്നത് സ്റ്റോക്ക്ഹോം സമ്മേളനം. നിശബ്ദ വസന്തം എന്ന കൃതി രചിച്ചത്? റേച്ചൽ കഴ്സൺ. നിശബ്ദ വസന്തം രചിച്ചത് റേച്ചൽ കഴ്സൺ. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം? ആന. മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ആന. സമാധാനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി? പ്രാവ്. സമാധാനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി പ്രാവ്. ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ്? ഇടുക്കി. ചിന്നാർ സംരക്ഷണ മേഖല ഇടുക്കി ജില്ലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്? ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലെ ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ് ആണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. WWFന്റെ ആസ്ഥാനം? സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ്. WWFന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ്. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന്? സെപ്റ്റംബർ 16. ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. സാൽ വൃക്ഷങ്ങൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം ഏത്? റുങ്വ ദേശീയോദ്യാനം, ഉത്തരാഖണ്ഡ്. സാൽ വൃക്ഷങ്ങൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലെ ദുംഗ ദേശീയോദ്യാനം. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പെരിങ്ങളത്ത്. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ പെരിങ്ങളത്താണ്. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ അണ്ണാമലൈ കുന്നുകളിൽ. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ അണ്ണാമലൈ കുന്നുകളിൽ.